ഈശ്വര സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ബ്രദർ വിക്ടറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ 2ാം വാല്യം പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവകൃപ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ആർക്കെങ്കിലും ഈ പുസ്തകം ആവശ്യമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ ഈ പുസ്തകങ്ങൾ എവിടെയെല്ലാം അവൈലബിൾ ആണ് എന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ പോയി വാങ്ങുകയോ ചെയ്യാം. അല്ലാത്തവർക്ക് ഈ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങളുടെ ഭവനത്തിൽ എത്തുന്നതായിരിക്കും. വില 200 രൂപയാണ്. ദൈവകൃപ എന്ന പുസ്തകത്തിൽ എങ്ങനെ നാം ദൈവകൃപയിൽ വളരണമെന്നും ദൈവകൃപ എങ്ങനെ നമ്മളിൽ വർദ്ധിപ്പിക്കുമെന്നും എങ്ങനെയാണ് കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നും എല്ലാം പറയുന്നുണ്ട്. ബ്രദർ വിക്ടർ ജീവിച്ചിരുന്ന സമയത്ത് അനേക സ്ഥലങ്ങളിൽ പോയി എടുത്ത ടോക്കിൻ്റെ 9 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളാണ് ഈ 2ാം വാല്യത്തിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. വായനക്കാരുടെ അഭിപ്രായ പ്രകാരം ദൈവവചനവും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദൈവവചനം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി ദൈവവചനത്തിൻ്റെ മനുഷ്യരായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും. ബ്രദർ വിക്ടർ എപ്പോഴും പറയുമായിരുന്നു, ജെറമിയ 15-ാം അധ്യായം 19-ാം തിരുവചനം, വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകുമെന്ന്. അങ്ങനെ ദൈവവചനത്തിൻ്റെ മനുഷ്യനായി തീർന്ന അദ്ദേഹത്തിൻ്റെ നാവിലൂടെ കർത്താവ് സംസാരിച്ച വാക്കുകളാണ് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യൻ്റെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വ്യക്തമാണ്. അനേകർ ബ്രദറിൻ്റെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങളായിട്ട് ദൈവവചനങ്ങളായിട്ട് അനേകരും മാറിയിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകവും വായിക്കുന്നത് വഴി നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിക്കപ്പെടുവാൻ ഇടയാകുകയും കർത്താവിൻ്റെ നാവുകളായിട്ട് നമ്മുടെ നാവ് മാറുകയും ചെയ്യും. ഇന്നത്തെ ക്ലാസ് നമുക്ക് നാവിനെക്കുറിച്ച് ധ്യാനിക്കാം. നമ്മുടെ നാവ് എന്താണെന്നും ആ നാവ് എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നും നമുക്കൊന്ന് ധ്യാനിക്കാം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പുതിയ ദൗത്യത്തിന് ഏൽപ്പിച്ച സമയമാണ് പന്തക്കുസ്ത ദിവസം. പുതിയ ദൗത്യത്തിനായി ഇറങ്ങുന്ന സ്ലീഹന്മാരുടെ നാവിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ പറയാണ്, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ ശിഷ്യന്മാരുടെ മേൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ കർത്താവിൻ്റെ വചനം ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമാണ് ഈ നാവ്. ഈ നാവിലൂടെയാണ് സകല തിന്മകളും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതും നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നതും. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ നമ്മളോട് വലിയ ഒരു ആത്മീയ രഹസ്യം ഇവിടെ പറയുകയാണ്. ഹെഡിങ് തന്നെ നാവിൻ്റെ ദുരുപയോഗം എന്നാണ്. 2-ാം വചനത്തിൽ പറയാണ്, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരാത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ അവന് നിയന്ത്രിക്കാൻ കഴിയും. അപ്പം നമ്മുടെ നാവ് എന്ന ആ ചെറിയ അവയവം കൊണ്ട് ശരീരത്തെ മുഴുവൻ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഫസ്റ്റ് നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ നാവിനെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇവിടെ പറയുകയാണ്, നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച്
ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. നമ്മുടെ ശരീരത്തിലെ ചെറിയ ഒരു അവയവം തന്നെയാണ് നാവ്. നാവിനെ നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. ആത്മീയ ജീവിതം നയിക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും. നമ്മൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, മ്ലേച്ഛതയും ചാബല്യവും വ്യർത്ഥഭാഷണവും എല്ലാം നമ്മൾ ഒഴിവാക്കി കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച് ഈ വചനം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടാലോ, കർത്താവിൻ്റെ നാവ് പോലെ നമ്മുടെ നാവ് ആയിത്തീരുമെന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളിൽ വന്നാലോ, നമ്മൾ കണ്ടു കർത്താവിൻ്റെ നാവായിട്ട് നമ്മുടെ മാറും. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 34-ും 35-ഉം തിരുവചനത്തിൽ ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വന്ന് വസിക്കാൻ തുടങ്ങിയാലോ നമ്മളെല്ലാം കൊച്ചു 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 ദൈവങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 52-ാം അധ്യായത്തിൽ സങ്കീർത്തകൻ നമ്മുടെ നാവിനെ വിളിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. 2 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ, ദിവസം മുഴുവൻ നീ വിനാശം നിരൂപിക്കുന്നു, വഞ്ചക നിൻ്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. കർത്താവ് സങ്കീർത്തകൻ നമ്മുടെ ഓരോരുത്തരെയും നാവിനെ വിളിക്കുന്നത് എന്താണ്? നമ്മുടെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. എന്നിട്ട് പറയുകയാണ്, നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. നിൻ്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ നാവ് ക്ഷൗരക്കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണോ? ഈ നാവ് നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്? പരദൂഷണത്തിന് വേണ്ടിയാണോ? അതോ ദൈവവചനം പങ്കുവയ്ക്കുവാനാണോ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനാണോ നമ്മുടെ നാവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 13 മുതലുള്ള തിരുവചനത്തിൽ പറയണം, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ വഴിതിരിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീരവനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാന ഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറയാണ്, അനേക ധീര വനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അനേകരെ തകർക്കുവാൻ നമ്മുടെ ഈ നാവിന് സാധിക്കും. ഈ നാവിനെയാണ് കർത്താവ് തൻ്റെ വചനം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നതും അനേകരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ നാവിനെയാണ് കർത്താവ് ഉപയോഗിക്കുന്നതും. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചനത്തിൽ, അപ്പോൾ സേറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അധരങ്ങളെ ശുദ്ധീകരിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ ആ തീക്കനലുമായി കുടിൽ കൊണ്ട് ഒരു തീക്കനലും ദൈവവചനമാകുന്ന ആ അഗ്നി കൊണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പറയാണ്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. ഇപ്പോഴിവിടെ കർത്താവ് എന്ത് ചെയ്യുവാണ്? ആ ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി യെശയ്യാ പ്രവാചകൻ്റെ അധരങ്ങളുടെ അടുത്ത് സ്പർശിച്ചിട്ട് എല്ലാ പാപങ്ങളെയും നീക്കുകയാണ്. ഇങ്ങനെയാണ് കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ തരുന്നത്. വചനം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കും.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഓരോ വചനവും നമ്മളെ എന്തു ചെയ്യും? ശുദ്ധീകരിച്ച് 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 കർത്താവിൻ്റെ അധരങ്ങളിലേക്ക്, കർത്താവിൻ്റെ നാവായിട്ട് നമ്മുടെ നാവിനെ മാറ്റും. അപ്പോഴാണ് കർത്താവ് ഈ വചനത്തിൻ്റെ കവാടങ്ങളെല്ലാം നമുക്കായി തുറന്നു തരുന്നത്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, 9-ഉം 10-ഉം തിരുവചനത്തിൽ, അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് അധരത്തെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്യാണ്, ഇതാ എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, പിഴുതെറിയാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. കർത്താവ് എന്തിനാണ് നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ ഈ ദൈവവചനം തരുന്നത്? പറയണ പിഴുതെറിയുവാനും, അനേകരിലുള്ള പാപങ്ങളെ നമ്മൾ പിഴുതെറിയണം. നമ്മളിലുള്ള പാപങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവവചനം കൊണ്ട് പിഴുതെറിയണം. പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കുവാനും, എല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് നമ്മളിലുള്ള എല്ലാ തിന്മകളെയും തകിടം മറിച്ച് കഴിയുമ്പോഴാണ് ഇവിടെ പറയുകയാണ്, ഇന്നിതാ പണിതുയർത്തുവാനും നട്ടു വളർത്തുവാനും. പിന്നെ നമ്മൾ പണിതുയർത്തണം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയാണ്, ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും, ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ പണിയും. ദാവീദിൻ്റെ വീണുപോയ കൂടാരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇത് ദൈവവചനം ഉപയോഗിച്ച് പണിയണമെങ്കിലോ കർത്താവിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ നിക്ഷേപിക്കണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. കർത്താവ് തരുന്ന ഒരു കൃപയാണ് നമ്മുടെ അധരങ്ങളിൽ, നമ്മുടെ നാവുകളിൽ ദൈവവചനം നിക്ഷേപിക്കുക എന്നുള്ളത്. അതാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായി തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു, അതിൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. അപ്പം ഈ ദൈവവചനം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഭക്ഷിക്കുവാനായി നമ്മുടെ അധരങ്ങൾ നിക്ഷേപിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനത്തിൽ ചുരുളേന്തിയ ദൂതനെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും വായിൽ, അധരങ്ങളിൽ കർത്താവിൻ്റെ വചനം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനത്തിൽ, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പനകൾ നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാമിതം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിൽ കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയുവാൻ അത് സ്വർഗത്തിലല്ല. ഈ ദൈവവചനത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മളിത് സ്വർഗത്തിൽ പോയി അവിടെ നിന്ന് എടുക്കുവാൻ ഇത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കുവാൻ ആർ കടലിനക്കരെ പോയി അത് നമുക്ക് വേണ്ടി കൊണ്ടുവന്ന് തരും എന്ന് പറയുവാൻ അത് കടലിന് അക്കരയുമല്ല, സ്വർഗത്തിലുമല്ല, കടലിന് അക്കരയുമല്ല. എന്നിട്ട് പറയാണ്, വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അധരങ്ങളിലും ഹൃദയത്തിലുമുണ്ട്, അത് നീ പ്രാവർത്തികമാക്കണം. ഈ ദൈവവചനം നമ്മുടെ അധരങ്ങളിലും ഹൃദയത്തിലും ആണ് ഉള്ളത്. അതാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നത്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. മറിയത്തിൻ്റെ ഹൃദയത്തിൽ മുഴുവനും വചനമായിരുന്നു. ഈ വചനമാണ് മറിയത്തിൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനത്തിൽ മറിയം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പാടുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന ഒരു സ്തോത്രഗീതം മറിയത്തിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ പാടുകയാണ്.
ഇതാണ് ദൈവവചനം ഹൃദയത്തിലും അധരത്തിലും സൂക്ഷിച്ചാൽ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ദൈവവചനം നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടി. കാരണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 37 അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു, അതിന് 4 ശാഖകളുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇതിൻ്റെ നീന്താവ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ദൈവവചനമാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ നാവിലൂടെ എന്തുവരും? ഇവിടെ പറയാണ് നാവാണ് അതിൻ്റെ നീന്താവ്. ദൈവവചനമായിരിക്കും നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. അതേസമയം നമ്മുടെ ഹൃദയത്തിൽ പാപങ്ങളാണോ ഉള്ളത്, വൈരാഗ്യം വിദ്വേഷവുമാണോ ഉള്ളത്, ഇവയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ പുറത്തു വരുന്നത്. ഇതാണ് പറയുന്നത് നാവാണ് അതിൻ്റെ നീന്താവ്. അപ്പം നമ്മൾ നമ്മുടെ നാവിനെ കർശനമായിട്ട് നിയന്ത്രിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 28 അധ്യായം 25 26 തിരുവചനത്തിൽ സിറാക്കിൻ്റെ മകനായ യേശു നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. വാക്ക് അളന്ന് തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ പോയി വീഴാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? നാവിനെ നമ്മൾ കർശനമായിട്ട് നിയന്ത്രിക്കണം. ഇത് തന്നെയാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 22 അധ്യായം 27 തിരുവചനത്തിൽ പറയുകയാണ്, എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. പ്രഭാഷകൻ പറയുകയാണ്, നമ്മുടെ വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിച്ചിരുന്നെങ്കിൽ, പൂട്ടിയിട്ടാലോ നാവിനെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങിയാലോ നമ്മുടെ ശരീരത്തെ മുഴുവൻ നമുക്ക് നിയന്ത്രിക്കുവാനും ദൈവവചനം നമ്മുടെ നാവിൽ നിക്ഷേപിക്കാനും സാധിക്കും. നമ്മൾ കണ്ടു സങ്കീർത്തനങ്ങളുടെ പുസ്തകം 52 അധ്യായം 2 മുതലുള്ള തിരുവചനത്തിൽ പറയാണ്, വഞ്ചക നിൻ്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണെന്ന്. നമ്മൾ പാപത്തിലാണെങ്കിലോ മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുവാൻ നമ്മുടെ ഈ ക്ഷൗരക്കത്തി പോലെ മൂർച്ചയുള്ള നാവിന് സാധിക്കും. അസമയം നമ്മൾ കർത്താവിൻ്റെ കൃപയിലാണെങ്കിലോ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 2 തിരുവചനത്തിൽ പറയാണ്, എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു, എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ ഒളിച്ചു വെച്ചു. നമ്മൾ മുമ്പേ കണ്ടു, വഞ്ചക നിൻ്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തിയാണ്. നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ വന്നാലോ നമ്മുടെ നാവിനെ കർത്താവ് എന്ത് ചെയ്യും? എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടെ തന്നെ മറച്ചു വെച്ചു. നമ്മുടെ ഈ നാവിനെ കർത്താവ് എന്ത് ചെയ്യും? മൂർച്ചയുള്ള വാള് പോലെ അത്ര ശക്തമാക്കും. എന്നിട്ട് ഈ നാവ് കൊണ്ടാണ് കർത്താവ് അനേകരെ കർത്താവിലേക്ക് വിളിക്കുന്നതും കർത്താവിൻ്റെ നാവാക്കി മാറ്റുന്നതും. അതാണ് ഹെബ്രായർ 4:12 പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും സന്ധിബന്ധങ്ങളിലും ആത്മാവിലും മജ്ജയിലും എല്ലാം തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പം ഈ നാവ് കൊണ്ട് തന്നെ എന്താണ് അവിടെ പറയുന്നത്? ഇരുതല വാളാണ്. പറയുന്ന എനിക്കിട്ടും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരെയും ഈ ദൈവവചനം കൊണ്ട് മുറിപ്പെടുത്തുവാനും നേരെയാക്കാനും നമ്മൾ 2 തിമോത്തിയോസ് 3 അധ്യായം 16 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിലും ശാസനത്തിലും തെറ്റുതിരുത്തലിലും നീതിയിലുള്ള പരിശീലനത്തിലും ഉപകരിക്കുന്നു. പ്രബോധനം തരുവാൻ, ശാസനം തരുവാൻ, നമ്മളെ തെറ്റുതിരുത്തുവാൻ, നീതിയിലുള്ള പരിശീലനത്തിനും എല്ലാം ഈ ദൈവവചനത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ച് കർത്താവിന് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 58 അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനത്തിൽ പറയണം, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു, ജനനം മുതൽ നുണ പറഞ്ഞ് അവൻ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു. അവർ സർപ്പത്തിൻ്റേതുപോലുള്ള വിഷമുണ്ട്, ചെവിയിടഞ്ഞ അണനിയെപ്പോലെ ബദിരമാണവർ. നമ്മൾ
നാവിൻ്റെ അടിയിൽ സർപ്പത്തിൻ്റേതുപോലെ വിഷമുണ്ടെന്ന് സങ്കീർത്തനൻ പറയുകയാണ്. നാവ് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു തിന്മ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും എന്തു ചെയ്യും? ആ നാവ് ഉപയോഗിച്ച് ആ മനുഷ്യനെതിരെ നമ്മൾ ഒത്തിരിയേറെ തിന്മകൾ ഉണ്ടാക്കും. അവർ ചെയ്ത നന്മകളൊന്നും ഓർത്തിരിക്കുകയില്ല. ഈ സമയത്ത് നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക. തിന്മകൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നന്മകൾ നമ്മൾ പറയുക. അപ്പോഴാണ് കർത്താവിൻ്റെ കൃപ പ്രകടമാകുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 64-ാം അധ്യായം 3 മുതലുള്ള തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവർ പരുഷവാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു. അവർ നിർദോഷകരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു, പെട്ടെന്ന് കൂസലന്യെ എയ്യുന്നു. ഇവിടെ എല്ലാം പറയുകയാണ്, അവർ തങ്ങളുടെ നാവുകൾ മൂർച്ചയുള്ള വാള് പോലെ പരുഷമാക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ കൃപയിലാണെങ്കിലോ കർത്താവ് ഈ നാവിനെയാണ് വചനം നിക്ഷേപിക്കുവാനും വചനം പ്രവർത്തിക്കുവാനും എല്ലാം ഉപയോഗിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം അരുളി ചെയ്ത വാക്കുകൊണ്ടാണ്, വചനം കൊണ്ടാണ് ഈ പ്രപഞ്ചവും അതിലുള്ള സകല സൃഷ്ടവസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത്. ഈ വചനമാണ്, ദൈവത്തിൻ്റെ വാക്കാണ് മാംസമായി മാറിയത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഈ വചനമാണ് ദൈവം ആയ കർത്താവ് മാംസമായി ഒരു കുഞ്ഞായി പിള്ളത്തൊട്ടിയിൽ ജനിച്ച കർത്താവ് ആ വചനം മാംസമായി മാറുകയാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഈ ദൈവവചനം മാംസമായാലോ നമ്മുടെ അധരങ്ങൾ കർത്താവിൻ്റെ അധരങ്ങളായിട്ട് മാറും. 2 സാമുവേൽ 23-ാം അധ്യായം 2 മുതലുള്ള തിരുവചനത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. അപ്പം കർത്താവിൻ്റെ വചനം നമ്മുടെ നാവിൽ കർത്താവ് നിക്ഷേപിച്ചാലോ കർത്താവിൻ്റെ ആത്മാവാണ് പിന്നീട് സംസാരിക്കുന്നത്. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59-ാം അധ്യായത്തിൽ 21-ാം തിരുവചനം നമ്മോട് പറയുകയാണ്, കർത്താവിൻ്റെ വചനം നമ്മുടെ അധരത്തിൽ കർത്താവ് കൊണ്ട് നിക്ഷേപിച്ചാലോ അതൊരിക്കലും ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും അധരങ്ങളിൽ, നാവിൽ ദൈവവചനം നിക്ഷേപിച്ചാലോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. അതൊരിക്കലും കർത്താവ് എടുത്തു മാറ്റുക ഇല്ല എന്നുള്ളത്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയാണ്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, അവയിലൊന്നും കാണാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ച വചനം ദൈവം നമ്മുടെ അധരത്തിൽ നിക്ഷേപിച്ച് ഈ അധരത്തിലൂടെ അവയെല്ലാം കൂട്ടിച്ചേർത്ത് ഓരോ ആത്മാവിനും ആവശ്യമുള്ളത് നൽകണമെങ്കിൽ നമ്മൾ കർത്താവിനോട് വിശ്വസ്തരായിരിക്കണം. നമ്മളെ തന്നെ പരിപൂർണമായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കണം. നമ്മുടെ നാവിന് നിയന്ത്രണം കർത്താവിന് വിട്ടുകൊടുക്കണം. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനത്തിൽ പറയുന്നത്, കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ നന്ദി പറയും. അപ്പം നമുക്ക് കർത്താവ് തന്ന നാവ് എന്തിനാണ്? അതുപയോഗിച്ച് നമ്മൾ കർത്താവിന് നന്ദി പറയണം. അതാണ് ഹെബ്രായർക്ക് ലേഖനം 13-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ സമർപ്പിക്കാം. ദൈവത്തിന് സ്തുതിയുടെ ബലിയും അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലം, നമ്മളുടെ അധരങ്ങളുടെ ഫലം എന്താണ്? പരദൂഷണവും ഏഷണയും സകലവിധ പാപങ്ങളും ആണോ? അതോ നമ്മുടെ അധരങ്ങളുടെ ഫലം ദൈവവചനമാണോ? അനേകരെ ശക്തിപ്പെടുത്തുന്ന, അനേകരുടെ മുറിവുണക്കുന്ന, അനേകരെ കർത്താവിലേക്ക്
നട്ടുപിടിപ്പിക്കുന്ന ദൈവവചനം ആണോ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ നാവിനെ പരിപൂർണമായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കാം. ആമോസ് പ്രവാചന പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുകയാണ്, പ്രവാചകന്മാരെക്കുറിച്ച് പറയുകയാണ്, ദൈവമായി കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? ആരാണ് പ്രവാചകന്മാർ? നമ്മൾ ഓരോരുത്തരുമാണ് കർത്താവിൻ്റെ പ്രവാചകന്മാരും പ്രവാചികമാരും. അത് കർത്താവ് മറ്റാരെയും അതിനുവേണ്ടി മാറ്റി നിർത്തിയിട്ടില്ല. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, വചനത്തിൽ ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ പ്രവാചകന്മാരായിട്ട് മാറും. കർത്താവിൻ്റെ വചനം നമ്മുടെ അധരങ്ങളിൽ കർത്താവ് നിക്ഷേപിച്ച് അനേകരെ നട്ടു വളർത്തുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45-ാം അധ്യായം 1-2 തിരുവചനത്തിൽ പറയാണ്, തയ്യാറാക്കിയിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ്. അതായത് ദൈവം ഓരോ ആത്മാവിനും ആവശ്യമുള്ള കാര്യങ്ങൾ ആ സമയത്ത് നമ്മുടെ അധരങ്ങളിലൂടെ നിക്ഷേപിച്ച് വചനം ഓരോരുത്തർക്കും നൽകും. ഇതാണ് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവരും നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കും. അതാണ് പറയുന്നത്, തയ്യാറാക്കിയിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് നമ്മുടെ നാവ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാകാൻ നമുക്ക് ശ്രമിക്കാം. അതുവഴി കർത്താവിൻ്റെ വചനം നമ്മളിൽ ഓരോരുത്തരിലും വാസമുറപ്പിക്കട്ടെ. റോമാക്കാർക്കെതി ലേഖനം 10-ാം അധ്യായം 9-10 തിരുവചനത്തിൽ പറയാണ്, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മുടെ അധരങ്ങൾ കൊണ്ട് യേശു കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറയണം. ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് വഴി നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുകയാണ്. അതാണ് 1 സമൂവേൽ 2-ാം അധ്യായം 1-ാം തിരുവചനത്തിന് ഹന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തൻ്റെ സ്വസ്ത്രഗീതത്തിൽ പാടുകയാണ്, ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ്സ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശത്രുവായ പിശാചിനെ നമ്മൾ പരിഹസിക്കുകയാണ്, ദൈവരാജ്യം മഹത്വപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് വരുമ്പോൾ നമ്മുടെ നാവിൻ്റെ കെട്ടുകൾ അഴിയുകയും പാപത്തിൽ നിന്നുള്ള വിടുതൽ നമ്മൾ ഓരോരുത്തരും പ്രാപിക്കുകയും ചെയ്യും. എഫെസസ് 5:12 പറയുകയാണ്, അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ലജ്ജാവഹമത്രേ, പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. വിറ്റുപേർ എപ്പോഴും പറയുമായിരുന്നു, വഴിയിൽ 2 പേര് സംസാരിക്കുന്നത് കേട്ട് അത് നമ്മൾ വീട്ടിൽ വന്ന് ആവർത്തിക്കരുത്, അത് വ്യർത്ഥ ഭാഷണമായി മാറും. നമ്മുടെ നാവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ചീത്ത വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ നാവിനെ നിയന്ത്രിച്ച് വരുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 21-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ പറയാണ്, വ്യർത്ഥ ഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു, വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. നമ്മൾ വ്യർത്ഥ ഭാഷകരാണെങ്കിൽ എന്തു ചെയ്യും? അന്യരുടെ വാക്കുകൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. കേൾവിക്കാർക്ക് ഇമ്പമുള്ളവയിൽ ആവശ്യം കൊള്ളുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ കർത്താവിൻ്റെ വചനം നമ്മൾ പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട്, കർത്താവിൻ്റെ മക്കളായിട്ട്, പ്രവാചകന്മാരായിട്ട്, കർത്താവിൻ്റെ മിഷണറിമാരായിട്ട് നമുക്ക് തീരാം. കർത്താവിൻ്റെ ഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ദൈവം നമ്മുടെ അധരങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ ഈശോയോട് വിശ്വസ്തരായിരിക്കുവാൻ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് നിയന്ത്രിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.